ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൈലറ്റ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശശില. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ചാപ്റ്ററിലെ ഐ വിൽ ഫ്ലൈ എന്ന ആ ഒരു ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. നമ്മൾ ആ ഒരു ചാപ്റ്റർ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ഡോക്ടർ കലാം സേ ദാറ്റ് നോ യൂത്ത് നീഡ്സ് ടു ഫിയർ അബൌട്ട് ദ ഫ്യൂച്ചർ? എന്തുകൊണ്ടാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു തലമുറയ്ക്ക്, ഇന്നത്തെ ഈ ഒരു യുവാക്കൾക്ക് ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം എന്തായിരുന്നു? ആൻസർ എന്താണ്? ഡോക്ടർ കലാം സേസ് ദാറ്റ് നോ യൂത്ത് നീഡ്സ് ടു ഫിയർ അബൌട്ട് ദ ഫ്യൂച്ചർ because the ignited mind of the youth is the most powerful resources on the earth, under the earth and above the earth. ഇഗ്നൈറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിങ് ജ്വലിക്കുന്ന എന്നാണ്. അപ്പോൾ എന്താണ് ആൻസർ? അതായത് നല്ല ആത്മവിശ്വാസത്തോടെയുള്ള ജ്വലിക്കുന്ന മൈൻഡോട് കൂടിയിട്ടുള്ള ആ ഒരു യൂത്താണ് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത്. പവർഫുൾ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഭവം, സമ്പത്ത് അല്ലെങ്കിൽ നിധി എന്നൊക്കെ പറയും. നല്ല നിശ്ചയദാർഢ്യമുള്ള ആത്മവിശ്വാസത്തോടെ എന്തിനേയും നേരിടാൻ ധൈര്യമുള്ള ആ ഒരു തലമുറയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു യൂത്ത്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ഏറ്റവും നല്ല വരദാനം എന്ന് പറയുന്നത് ഈ ഒരു യുവാക്കൾ തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും ഇന്നത്തെ ഈ ഒരു യുവാക്കൾക്ക് ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പീച്ചിൽ പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദ മിഷൻ ഓഫ് ശാസ്ത്രയാൻ? ശാസ്ത്രയാൻ എന്ന ആ ഒരു മിഷൻ്റെ ലക്ഷ്യം എന്തായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു മിഷൻ എന്തിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നതായിരുന്നു? ആൻസർ, ദ മിഷൻ ഓഫ് ശാസ്ത്രയാൻ വാസ് ദ പ്രിപ്പറേഷൻ ഓഫ് അബൌട്ട് 2000 സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് സ്കൂൾസ് ടു ബി എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, സയൻറ്റിസ്റ്റ്, ക്വാളിഫൈഡ് മാനേജേഴ്സ് ആൻഡ് സിവിൽ സർവൻസ്. ദിസ് വുഡ് ഇൻ ടേൺ എംപവർ 2000 ഫാമിലീസ് ഓഫ് ദ വില്ലേജ്. സയൻസിന് കുറച്ച് ഇമ്പോർട്ടൻസ് നൽകിയിട്ട് സയൻസിനെ വളർത്തിയെടുക്കുക എന്നതാണ് ശാസ്ത്രയാൻ എന്ന ആ ഒരു പ്രോഗ്രാമിൻ്റെ മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ശാസ്ത്രയാൻ എന്ന ആ ഒരു മിഷൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഏകദേശം 2000 പല സ്കൂളുകളിലുള്ള സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻസ് ഒക്കെ കൊടുത്ത്, അവർക്ക് വേണ്ട നല്ല നല്ല ക്ലാസ്സുകളൊക്കെ കൊടുത്ത് അവരെ എഞ്ചിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, ഡോക്ടർ, ക്വാളിഫൈഡ് മാനേജേഴ്സ്, സിവിൽ സർവൻസ് അങ്ങനെയുള്ള നല്ല നല്ല പോസ്റ്റുകളിലേക്ക് അല്ലെങ്കിൽ നല്ല നല്ല ജോലികൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ല മോട്ടിവേഷൻസൊക്കെ നൽകിയിട്ട് ആ ഒരു രീതിയിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ശാസ്ത്രയാൻ എന്ന ആ ഒരു മിഷൻ്റെ ലക്ഷ്യം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡോക്ടർ കലാംസ് ടോക്ക് വാസ് ഓൺ ദ ടോപ്പിക് സയൻസ് എംപവേഴ്സ് ദ നാഷൻ. ഹൗ ഡസ് സയൻസ് എംപവർ ദ നാഷൻ? സയൻസ് എംപവേഴ്സ് ദ നാഷൻ എന്ന ആ ഒരു ടോപ്പിക്കാണ് APJ അബ്ദുൽ കലാം ആ ഒരു സ്പീച്ചിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് എങ്ങനെ സാധിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സയൻസിന് നാഷനെ എങ്ങനെ അധികാരപ്പെടുത്താൻ, അല്ലെങ്കിൽ നാഷണൽ എന്തൊക്കെ ഇമ്പോർട്ടൻസ് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നതാണ് ചോദിക്കുന്നത്. Science empowers the nation by making continuous progress in the field of agriculture, medicine, nutrition, mining industries of various kinds, architecture, space exploration, defense, transportation, communication, and all such related matters that bring progress to the nation. താഴെ പറയുന്ന ഓരോ ഫീൽഡുകൾ എടുത്ത് നോക്കുകയാണെങ്കിലും സയൻസിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഈ ഒരു നാഷനെ എത്രത്തോളം സയൻസ് നമ്മുടെ കീഴടക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് ആ ഒരു എക്സാമ്പിൾസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അഗ്രികൾച്ചറിലായാലും അതുപോലെ തന്നെ മെഡിസിൻ രംഗത്തായാലും സ്പേസ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ സ്പേസിലുള്ള ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവരെ. അപ്പോൾ അങ്ങനെ ഓരോ ഫീൽഡുകൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഓരോ ഫീൽഡിലും നമുക്ക് സയൻസിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസും സയൻസിനെ കൊണ്ട് വരുത്തിയിട്ടുള്ള മാറ്റങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിനി നാലാമത്തെ ക്വസ്റ്റ്യനാണ് നോക്കാൻ പോകുന്നത്. വൈ കുഡ് നോട്ട് ദ ബോയ് ഗ്യാദർ കോൺഫിഡൻസ്? എന്തുകൊണ്ടാണ് ആ ഒരു ബോയ്ക്ക് കോൺഫിഡൻസ് കിട്ടാഞ്ഞത്? APJ അബ്ദുൽ കലാമിനോട് ഒരു ബോയ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അല്ലേ. ആ ഒരു ക്വസ്റ്റ്യനിൽ അവൻ പറയുന്നുണ്ട് അവന് കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല എന്ന്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടായിരിക്കും ആ ഒരു കുട്ടിക്ക് കോൺഫിഡൻസ് കിട്ടാത്തത് എന്നാണ് ചോദിക്കുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? The boy could not gather confidence because he did not get it through his education all those years. One of the primary things education should do is to instill confidence in the students. The failure of the boy to gain confidence can be seen as the failure of the educational system and the teachers.
ആ ഒരു കുട്ടിക്ക് ഇതുവരെ കോൺഫിഡൻസ് അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണ്? അവൻ്റെ ഇത്രയും കാലത്തെ ആ ഒരു വിദ്യാഭ്യാസം അവനെ അതിന് സഹായിച്ചിട്ടില്ല. പ്രധാനമായിട്ടും നമുക്ക് കോൺഫിഡൻസ് കിട്ടേണ്ടത് നമ്മുടെ ആ ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന്, നമ്മുടെ ആ ഒരു കൾച്ചറിൽ നിന്നാണ് നമുക്ക് കോൺഫിഡൻസ് നേടിയെടുക്കാൻ സാധിക്കുക. പക്ഷെ അവൻ്റെ ആ ഒരു വിദ്യാഭ്യാസത്തിൽ നിന്ന് അവൻ ഇതുവരെ കോൺഫിഡൻസ് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതിനുള്ള കാരണം എന്താണ്? ഒന്ന് നമ്മുടെ ഇന്നത്തെ ഒരു എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിൻ്റെ ആ ഒരു ഫെയിലിയർ തന്നെയാണ് അതിനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണം. മറ്റൊന്ന് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് എല്ലാ കുട്ടികൾക്കും മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ എല്ലാ കുട്ടികളെയും ഓരോ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് നിലനിൽക്കുന്ന ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കാര്യത്തിലുള്ള തെറ്റുകളുമുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് ആ ഒരു കുട്ടിക്ക് സ്കൂൾ എഡ്യൂക്കേഷനിൽ നിന്ന് വേണ്ട കോൺഫിഡൻസ് കിട്ടാത്തത്. ഇഫ് യു were there, would you dare to ask ഡോക്ടർ കലാം എ ക്വസ്റ്റ്യൻ? നിങ്ങൾ ആരെങ്കിലും ആ ഒരു സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗം കണ്ടു നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചോദ്യമായിരിക്കും അദ്ദേഹത്തോട് ചോദിക്കുക എന്നാണ് നമുക്ക് ആൻസർ നോക്കാം. യെസ്, ഐ വുഡ്. ഞാൻ തീർച്ചയായിട്ടും ഒരവസരം കിട്ടുകയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കും. I would ask him to tell me ways to eradicate poverty from our country. നമ്മുടെ ഈ ഒരു കൺട്രിയിലുള്ള ഈ ഒരു ദാരിദ്ര്യം മാറ്റാൻ താങ്കൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് ആ ചോദിക്കുന്ന ചോദ്യം. ഞാനൊരു ജനറൽ ആയിട്ടുള്ള ടോപ്പിക് എടുത്തു എന്നേ ഉള്ളൂ, ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. നമ്മുടെ ഇറാഡിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വേരോടെ പിഴുത് കളയുക. അപ്പോൾ ഇന്ന് നിലനിൽക്കുന്ന ഈ ദാരിദ്ര്യം, പട്ടിണി, ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ താങ്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യം ചോദിക്കാം കേട്ടോ. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യനാണ്. വാട്ട് വാസ് ദ ബോയ്സ് കൺസേൺ? ആ ഒരു ബോയ്ക്ക് എന്താവാനായിരുന്നു താല്പര്യം, അല്ലെങ്കിൽ എന്താവാനായിരുന്നു ആഗ്രഹം? അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം എന്തായിരുന്നു? ആൻസർ എന്താണ്? ദ ബോയ് വാണ്ടഡ് ടു ബി എ മറൈൻ എഞ്ചിനീയർ. ഹി വാണ്ടഡ് ടു ട്രാവൽ ഇൻ എ ഷിപ്പ്. ഹി വാണ്ടഡ് ടു ബി ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. ഹി വാണ്ടഡ് ടു ബിൽഡ് ദ എഞ്ചിൻ ഓഫ് ദ ഷിപ്പ്. ഹി വാണ്ടഡ് ടു നോ ഇഫ് ഹി വുഡ് ബി ഏബിൾ ടു ഡു ഓൾ ദീസ് ആൻഡ് how to achieve his mission and what he should do achieve it. അവന് ഒരു മറൈൻ എഞ്ചിനീയർ ആവണം, അതുപോലെ തന്നെ അവനൊരു ഷിപ്പിൽ ട്രാവൽ ചെയ്യണം, ഒരു ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ ആവണം, അതുപോലെ ഒരു ഷിപ്പിൻ്റെ എഞ്ചിന് ബിൽഡപ്പ് ചെയ്യണം. അങ്ങനെയുള്ള കുറേ ആഗ്രഹങ്ങൾ അവനുണ്ട്. അവൻ എന്നിട്ട് APJ അബ്ദുൽ കലാമിനോട് എന്താ ചോദിക്കുന്നത്? ഈ ആഗ്രഹങ്ങളൊക്കെ അവന് നേടിയെടുക്കാൻ സാധിക്കുമോ, അവനത് അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ, അതിന് വേണ്ടിയിട്ട് അവൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു കൺസേൺ എന്തായിരുന്നു? ഇത്രയും കാര്യങ്ങളായിരുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ അവന് അച്ചീവ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ആ ഒരു വെപ്രാളം, അല്ലെങ്കിൽ ആ ഒരു ആദിയായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ദ ഓഡിയൻസ് ലുക്ക് അറ്റ് ഡോക്ടർ കലാം വെൻ ദ ബോയ് കംപ്ലീറ്റഡ് ദ ക്വസ്റ്റ്യൻ? എന്തിനായിരുന്നു അവിടെയുള്ള ഓഡിയൻസൊക്കെ ഡോക്ടർ കലാമിനെ നോക്കിയത്? ആ ഒരു കുട്ടി ആ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്തിനാണ് കലാമിനെ നോക്കിയത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ നോക്കാം. The audience looked at Dr. Kalam when the boy completed the question because it was a very tough question to answer. The boy was from a remote village and he himself admitted that he was nervous. He wanted to be a marine engineer, the captain of the ship, and he wanted to build the engine of the ship. The audience was curious to know what reply Kalam was going to give to this young boy. അപ്പോൾ എന്തായിരുന്നു ഡോക്ടർ കലാം ആ ഒരു ക്വസ്റ്റിന്, ആ ഒരു യങ് ബോയുടെ നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു ചോദ്യത്തിന് എന്ത് ആൻസർ പറയും എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ക്യൂരിയോസിറ്റി കാരണമാണ് എല്ലാവരും അദ്ദേഹത്തെ നോക്കുന്നത്. ആ ഒരു ടഫ് ക്വസ്റ്റിന് എന്ത് ആൻസറാണ് ഡോക്ടർ കലാം പറയുക എന്നായിരുന്നു എല്ലാവരുടെയും ഒരു സംശയം, അല്ലെങ്കിൽ ആകാംക്ഷ എന്ന് പറയുന്നത്. ആ ഒരു കുട്ടിക്ക് ഒരു മറൈൻ എഞ്ചിനീയർ ആവണം, അതുപോലെ തന്നെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, അതുപോലെ അവനൊരു ഒരു ഷിപ്പിൻ്റെ എഞ്ചിന് ബിൽഡപ്പ് ചെയ്യണം. അങ്ങനെയുള്ള കുറേ ആഗ്രഹങ്ങളുണ്ട്. അവനിതുവരെ കോൺഫിഡൻസ് അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നും അവൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടഫായിട്ടുള്ള ക്വസ്റ്റിന് ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ത് ആൻസറായിരിക്കും, അവന് എന്ത് മറുപടി ആയിരിക്കും തിരിച്ച് പറയുക അല്ലെങ്കിൽ തിരിച്ച് കൊടുക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഓഡിയൻസ്, നമ്മുടെ അവിടെയുള്ള ചീഫ് മിനിസ്റ്റർ വരെ ഈ ഒരു ആൻസറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന സമയത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ടാവും. അതുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം മൈലാഞ്ച് ബ്ലോഗിൻ്റെ
പുതിയൊരു വീഡിയോയുമായി കണ്ടായിരിക്കും. ബൈ. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് കലാം വാല്യൂ ദ ബോയ്സ് ക്വസ്റ്റ്യൻ? ആ ഒരു ബോയുടെ ക്വസ്റ്റ്യന് കലാം എന്തുകൊണ്ടായിരുന്നു ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകിയത്, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യന് ഒരുപാട് വാല്യൂ നൽകിയത് എന്തുകൊണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്താണ്? കലാം വാല്യൂഡ് ദ ബോയ്സ് ക്വസ്റ്റ്യൻ ബിക്കോസ് ഇറ്റ് വാസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എമംഗ് ദ മെനി ക്വസ്റ്റ്യൻസ് ഹി ഹാഡ് റിസീവ്ഡ് ഫ്രം മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് സ്റ്റുഡൻസ് ഹി ഹാഡ് മെറ്റ്. ദ ബോയ് വാസ് എക്കോയിങ് ദ ഫിയർ ഓഫ് മെനി. കലാം ആ ഒരു ക്വസ്റ്റ്യന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. കാരണം എന്തായിരുന്നു? ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് കലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ടാണ്. എന്നാൽ അദ്ദേഹം ഇതുവരെ നേരിട്ടിട്ടുള്ള എല്ലാ ചോദ്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തവുമാണ്. ഒരുപാട് കുട്ടികളെ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ഒരുപാട് കുട്ടികൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു ക്വസ്റ്റ്യന് ഇന്നേ വരെ അദ്ദേഹത്തോട് ആരും ചോദിച്ചിട്ടില്ല. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള എന്നാൽ ആൻസർ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ ഒരു കുട്ടിയുടെ മാത്രം ക്വസ്റ്റ്യൻ അല്ല, ഇന്നുള്ള എല്ലാ കുട്ടികളുടെയും അവർക്ക് എല്ലാവർക്കും അറിയാനുള്ള ആഗ്രഹമുള്ള ഒരു ക്വസ്റ്റ്യനാണ് ആ കുട്ടി ചോദിച്ചത്. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയം അല്ലെങ്കിൽ എല്ലാവരുടെയും മനസ്സിലുദിക്കുന്ന ആ ഒരു ചോദ്യമാണ് ആ ഒരു കുട്ടി ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു ക്വസ്റ്റ്യനിൽ നിന്നും തികച്ചും വ്യത്യസ്തവുമാണ്. അദ്ദേഹം ആ ഒരു ക്വസ്റ്റ്യന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ക്യാൻ യു യുണീക്ക്? എങ്ങനെയാണ് നിങ്ങൾക്ക് യുണീക്ക് ആവാൻ സാധിക്കുക? ഒരാളെ യുണീക്കാക്കി മാറ്റുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സാണ്? You can be unique by being yourself. The world around you wants you to be like others. At home, your parents will tell you to be like the children of the neighbors. At school, the teachers will tell you to be like the first 5 rankers of the class. All the people tell you to be somebody else. But Kalam tells you to be you. You should not try to be somebody else. You should not be a copycat. Be you and thus you can be unique. നമ്മൾ യുണീക്കായി മാറണം എന്നുണ്ടെങ്കിൽ അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് ആരെ വേണമെങ്കിലും റോൾ മോഡലാക്കാം. പക്ഷേ ഒരിക്കലും അവരെ ഇമിറ്റേറ്റ് ചെയ്യാനോ അവരെ കോപ്പി അടിക്കാനോ അല്ല ചെയ്യേണ്ടത്. നമുക്ക് റോൾ മോഡലാക്കിയിട്ട് അവരിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് ആ ഒരു കാര്യം ചെയ്തു തീർക്കാം. നമ്മൾ യുണീക്കായി മാറുന്നത് അവിടെയാണ്. ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും യുണീക്കായിട്ട് മാറുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാരൻസ് എന്താ പറയുക? നമ്മുടെ പാരൻസ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കും. നമ്മുടെ അയൽവക്കത്തെ വീട്ടിലെയോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ കാണിച്ചിട്ട് പറയും അവനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അവളെ കണ്ടുപിടിക്കുക എന്നൊക്കെ. ചിലപ്പോൾ നമ്മളെക്കാട്ടിലും ഏതെങ്കിലും ഒരു കാര്യത്തിന് ചെറിയ കാര്യത്തിനൊക്കെ ആവും അവർ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷെ അവിടെ നമ്മുടെ പാരൻസ് നമ്മളെ തളർത്തുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അവനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. നമ്മളിൽ മാറ്റം ഉണ്ടാക്കുന്നതും നമ്മളിൽ നല്ല സ്വഭാവം ഉണ്ടാക്കുന്നതും മോശ സ്വഭാവം ഉണ്ടാക്കുന്നതും ഒക്കെ നമ്മളെ കണ്ടിട്ട് തന്നെയാണ്. അതിനൊരിക്കലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും പാടില്ല. നമ്മൾ എങ്ങനെയായിട്ട് മാറണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ഒരിക്കലും അവനെ കണ്ടു പഠിച്ചിട്ടല്ല എൻ്റെ മോള് മോശമായത് അല്ലെങ്കിൽ എൻ്റെ മോൻ മോശമായതെന്ന് ഒരു പാരൻസും പറയാൻ പാടില്ല. ഇതേപോലത്തെ സെയിം അനുഭവമായിരിക്കും നമ്മുടെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ. ടീച്ചേഴ്സ് എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തും. എന്തിനായിരിക്കും? ചിലപ്പോൾ 1-2 മാർക്കിന് കുറവ് വന്നതിന്. ഫസ്റ്റത്തെ ആ ഒരു 5 ടോപ്പേഴ്സ് അവർ ഏറ്റവും നല്ല മാർക്കിൽ നിൽക്കുന്ന ആ ഒരു 5 സ്കോറേഴ്സിൽ നിന്ന് 1-2 മാർക്ക് കുറയുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് അവരെ പോലെ ആയിക്കൂടാ, അല്ലെങ്കിൽ അവൻ്റെ അത്ര മാർക്ക് വാങ്ങിക്കൂടാ, അതിനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പല കാരണങ്ങൾ പറഞ്ഞിട്ട് ടീച്ചർ നമ്മളെ കുറ്റപ്പെടുത്തും. അതൊരിക്കലും നിങ്ങൾ കാര്യമാക്കരുത്. നിങ്ങൾ നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ മറ്റുള്ള കുട്ടികളെ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്താണ്, നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരിക്കണം. നമ്മൾ എന്തായി മാറണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കണം. ഒരിക്കലും മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളത് കാര്യമാക്കാൻ പാടില്ല. നമ്മൾ യുണീക്കായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ അവിടെ തീരുമാനം എടുക്കേണ്ടതും അവിടെ നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. നമ്മൾ ആക്ടിവിറ്റി 1ലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. ആർ യു കോൺഫിഡൻറ്റ് ഇനഫ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ഓർ എക്സ്പ്രസ് യുവർ വ്യൂസ് ഇൻ പബ്ലിക്? നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ? എന്തിനു വേണ്ടിയിട്ടുള്ള കോൺഫിഡൻസാണ് ചോദിക്കുന്നത്? ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ? അതുപോലെ ഓർ എക്സ്പ്രസ് യുവർ വ്യൂസ് ഇൻ പബ്ലിക്, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ വ്യൂസ് പബ്ലിക്കിനോട് ഷെയർ ചെയ്യാൻ നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ? നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ കോൺഫിഡൻ്റ് അല്ലേ? ആണ് എന്ന ആ ഒരു പ്രതീക്ഷയിലാണ് ആൻസർ പറഞ്ഞു തരുന്നത്. യെസ്, ഐ ആം കോൺഫിഡൻറ്റ് ഇനഫ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് എക്സ്പ്രസ് മൈ വ്യൂസ് ഇൻ പബ്ലിക്.
എൻ്റെ ആ ഒരു വ്യൂസ് പബ്ലിക്കിനോട് പറയാനും അതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ കോൺഫിഡൻ്റ് ആണ് എന്നാണ് ഇതിന് ആൻസർ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കോൺഫിഡൻ്റ് അല്ലാതെയൊക്കെയുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കാൻ തന്നെ ശ്രമിക്കുക. അതിന് നല്ല നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാൻ നോക്കുക. അതുപോലെ എല്ലാ ആക്ടിവിറ്റീസിലും എല്ലാ കാര്യത്തിലും നിങ്ങൾ പങ്കെടുക്കുക. അങ്ങനെ തന്നെ കോൺഫിഡൻസ് അറ്റൈൻ ചെയ്യാൻ കഴിയുള്ളൂ. ഒരിക്കലും ഒരു കാര്യത്തിൽ നിന്നും പിന്തിരിയാൻ പാടില്ല. ഹൗ ക്യാൻ യു ഓവർകം യുവർ ഫിയർ ഓഫ് ഇൻഹിബിഷൻ? നിങ്ങളുടെ ആ ഒരു പേടിയെ, നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ഭയത്തെ എങ്ങനെ ഓവർകം ചെയ്യാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്താണ്? ഐ വിൽ ട്രൈ ടു ബിൽഡ് സെൽഫ് കോൺഫിഡൻസ് ടെല്ലിങ് മീ ഐ ലേൺ ടു വാക്ക് ആഫ്റ്റർ ഫോളിങ് മെനി ടൈംസ്. ഇഫ് യു ആർ അഫ്രാഡ് യു വിൽ നോട്ട് ബി ഏബിൾ ടു ഡു എനിത്തിങ് ഗുഡ് ആൻഡ് പീപ്പിൾ വിൽ ഡെസ്പൈസ് യു. ഈ ഒരു പേടി മാറിക്കിട്ടാനുള്ള പ്രധാന കാരണം എന്താണ്? നമ്മുടെ മൈൻഡിൽ നമ്മൾ സെൽഫ് കോൺഫിഡൻസ് വളർത്തിയെടുക്കുക, നമ്മളിൽ തന്നെ നമുക്കൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഇതിന് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. ഏതൊരു കാര്യം ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് കഴിയില്ല. അത് ചിലപ്പോൾ നമ്മൾ ഒരുപാട് തവണ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഫസ്റ്റ് ഏതൊരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് വരയ്ക്കുന്നതിൽ അത്ര പെർഫെക്ഷൻ കിട്ടില്ല. രണ്ടാമത് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും കൂടെ നന്നായിരിക്കും. അപ്പോൾ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ആദ്യത്തെ 1-2 തവണ നമുക്ക് എന്തെങ്കിലും ഒരു ഫോൾട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പിന്നീടുള്ളതാണ് നമ്മൾ ആ ഒരു കാര്യത്തിൽ അച്ചീവ് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് നമുക്ക് സെൽഫ് കോൺഫിഡൻസും വളർത്തിയെടുക്കാൻ സാധിക്കുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുമ്പോഴും ചിലപ്പം മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തും. അത് മോശമായിരുന്നു, അല്ലെങ്കിൽ അത് ചെയ്തത് നന്നായിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും കാരണം പറഞ്ഞ് നമ്മൾ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്യാതൊക്കെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ആ ഒരു പുതിയ കാഴ്ചപ്പാടിൽ ആ ഒരു കാര്യത്തിന് നമ്മൾ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ കളയുക. എന്നിട്ട് നല്ല കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. അങ്ങനെ തന്നെ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു പേടി മാറിക്കിട്ടാനുള്ള പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് യുവർ അംബിഷൻ ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ലൈഫിലുള്ള നിങ്ങളുടെ അംബിഷൻ എന്താണ് എന്ന് ചോദിക്കുന്നത്. ഓരോ വ്യക്തികളുടെയും അംബീഷന് വ്യത്യസ്തമായിരിക്കും. ഞാൻ എൻ്റെ അംബീഷനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ അംബീഷനെ കുറിച്ച് എഴുതുക. മൈ അംബീഷൻ ഇൻ ലൈഫ് ഈസ് ടു ബിക്കം എ ഗുഡ് ടീച്ചർ ആൻഡ് ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ടു ബിക്കം കോമ്പിറ്റൻറ്റ് പേഴ്സൺസ് ആൻഡ് ലവേഴ്സ് ഓഫ് ഹ്യൂമാനിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആർ യു കോൺഫിഡൻറ്റ് ദാറ്റ് യു ക്യാൻ ഫുൾഫിൽ യുവർ ഡ്രീം? നിങ്ങളുടെ ആ ഒരു ഡ്രീം, നിങ്ങളുടെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്താണ്? ഞാൻ ഇവിടെ പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് കൊടുക്കുന്നത്. യെസ്, ഐ ആം കോൺഫിഡൻറ്റ് ദാറ്റ് ഐ ക്യാൻ ഫുൾഫിൽ മൈ ഡ്രീം. എൻ്റെ ആ ഒരു സ്വപ്നം അത് അച്ചീവ് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ് എന്നുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള ആ ഒരു ആൻസറാണ് ഞാൻ ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെയൊക്കെ നിങ്ങളുടെ ആൻസറാണ് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡു യു തിങ്ക് യു ക്യാൻ അറ്റൈൻ യുവർ ഗോൾസ്? എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം നിങ്ങൾ അറ്റൈൻ ചെയ്യാൻ പോകുന്നത്, നേടിയെടുക്കാൻ പോകുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത്. I can attain my goals through hard work and self-confidence and perseverance. I will also need the support of my family. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ആ ഒരു അംബീഷൻ അറ്റൈൻ ചെയ്യാൻ സാധിക്കും. എങ്ങനെ? ഹാർഡ് വർക്കിലൂടെ, പെർസീവറൻസിലൂടെ, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസിലൂടെ. ഈ ഒരു കാര്യങ്ങളാണ് നമ്മുടെ ആ ഒരു അംബീഷന് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രധാന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ നിരന്തരമായിട്ടുള്ള ആ ഒരു പരിശ്രമം വേണം. അതുപോലെ എന്തും ചെയ്യാനുള്ള ആ ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ആ ഒരു നല്ല മനസ്സ് വേണം. അതുപോലെ നമുക്ക് എല്ലാത്തിനെയും ഫേസ് ചെയ്യാനുള്ള, സ്വയം നമ്മൾ വിജയിക്കുമെന്നുള്ള നമ്മുടെ മനസ്സിനെ തന്നെ ബോധ്യപ്പെടുത്താനുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. ഐ വിൽ ഓൾസോ നീഡ് ദ സപ്പോർട്ട് ഓഫ് മൈ ഫാമിലി. ഇതിനോടൊപ്പം നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെൽ വിഷേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലാതെ മറ്റാരെങ്കിലും നമ്മുടെ ആ ഒരു ലക്ഷ്യം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടെങ്കിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പം എൻ്റെ കേസിൽ എൻ്റെ ആ ഒരു ആംബിഷനിലേക്ക് എത്താൻ എന്നെ സഹായിക്കുന്നത് ആരാണ്? എൻ്റെ ഹസ്ബൻഡാണ്. അതുപോലെ തന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്. ആക്ടിവിറ്റി 2-ൽ ഒരു സ്പീച്ചാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്ത് സ്പീച്ചാണ്? നിങ്ങൾ SSLC കുട്ടികളുടെ പബ്ലിക് എക്സാമിനേഷൻ മുന്നേ അവർക്ക് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻസ് കൊടുത്തിട്ട് നിങ്ങൾ അബ്ദുൽ കലാമിൻ്റെ ആ ഒരു സ്പീച്ച് കേട്ട് ഇൻസ്പയർ ആയിട്ട് അവർക്ക് ആ ഒരു സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, അവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്പീച്ചാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്.
സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഒരു റെസ്പെക്റ്റ് കൊടുത്തിട്ട് വേണം. അപ്പോൾ നമ്മളിവിടെ സ്റ്റുഡൻസിനോടാണ് അഭിസംബോധന ചെയ്യുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മൈ ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യാം. യു ആർ സൂൺ ഗോയിങ് ടു അപ്പിയർ ഫോർ SSLC examination, which is considered to be a big turning point in your life. Some students get panicky before the examination and spoil their chances to do well. There is no need to fear. The examination are simply to test your understanding of the things that you have been taught in the class. Millions of students before you have taken this kind of examination. So this is nothing new or terrifying. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്? മൈ ഡിയർ സ്റ്റുഡൻസ്, എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. യു ആർ സൂൺ ഗോയിങ് ടു അപ്പിയർ ഫോർ SSLC examination, which is considered to be a big turning point in your life. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലുള്ള ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റിലാണ് എത്തി നിൽക്കുന്നത്. SSLC examination എന്ന് പറയുന്ന ആ ഒരു ഏറ്റവും വലിയ ഒരു ടേണിംഗ് പോയിന്റിലാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. സം സ്റ്റുഡൻസ് ഗെറ്റ്സ് പാനിക്കി ബിഫോർ ദ എക്സാമിനേഷൻ ആൻഡ് സ്പോയിൽ ദ ചാൻസസ് ടു ഡു വെൽ. ചില കുട്ടികളൊക്കെ നമുക്ക് ആ ഒരു ചാൻസ് കിട്ടിയിട്ടും ആ ഒരു ചാൻസ് വേണ്ടത്ര ഉപയോഗപ്പെടുത്തുന്നില്ല. സ്പോയിൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ് വേണ്ടത്ര യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക, അതിനെ നശിപ്പിച്ച് കളയുക, അല്ലെങ്കിൽ നാശം വരുത്തുക, അങ്ങനെയൊക്കെയുള്ള മീനിങ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ചാൻസ് ചില കുട്ടികളൊന്നും അത്ര വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല. ദർ ഈസ് നോ നീഡ്സ് ടു ഫിയർ. നിങ്ങൾക്ക് ഇവിടെ പേടിക്കേണ്ട ഒരാവശ്യമില്ല. ദ എക്സാമിനേഷൻ ആർ സിംപ്ലി ടു ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് തിങ്സ് ദാറ്റ് യു ഹാവ് ബീൻ ടോട്ട് ഇൻ ദി ക്ലാസ്. ഈ ഒരു എക്സാമിനേഷൻ എന്തിനാണ്? നിങ്ങളിവിടെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു എക്സാമിനേഷൻ നടത്തുന്നത് നിങ്ങളുടെ ക്ലാസ്സിലിരുന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി, എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞു എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ്. ഇവിടെ നിങ്ങളുടെ പേടിയൊന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. മില്യൺസ് ഓഫ് സ്റ്റുഡൻസ് ബിഫോർ യു ഹാവ് ടേക്കൺ ദിസ് കൈൻഡ് ഓഫ് എക്സാമിനേഷൻ. ഒരുപാട് മില്യണോളം കുട്ടികൾ ഈ ഒരു എക്സാമിന് എഴുതുന്നു. സോ ദിസ് ഈസ് നത്തിങ് ന്യൂ ഓർ ടെറിഫയിങ്. ഇത് അത്ര കാര്യമാക്കാനുള്ള ഒന്നുമല്ല, അതുപോലെ തന്നെ ഭയപ്പെടേണ്ട ഒന്നുമല്ല. ഇനി രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കാം. ബി കോൺഫിഡൻറ്റ്, ഡോണ്ട് ബി നെർവസ്, ബി ഒപ്റ്റിമിസ്റ്റിക്, ബി കൂൾ, കാം ആൻഡ് കമ്പോസ്ഡ്. Fear will not help you. It will only make you forget what you already know. You have been reading your lessons regularly and doing the assignments. The teachers have been testing your knowledge every now and then. You already know what types of questions are coming in the examination and the time you have to answer them. So read the instructions and questions carefully and make a plan to answer them in the most appropriate manner. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ബി കോൺഫിഡൻറ്റ്. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, അതുപോലെ തന്നെ നെർവസ് ഇല്ലാതിരിക്കുക, വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ആ ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ അത്ര ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല. ഈ ഒരു എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു അധ്യയന വർഷത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ടെക്സ്റ്റ് ബുക്ക്, ആ ഒരു ലെസൺ നിങ്ങൾ വൃത്തിയിൽ വായിച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തരുന്ന അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബുക്കിൽ പറയുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കും. ദ ടീച്ചേഴ്സ് ഹാവ് ബീൻ ടെസ്റ്റിംഗ് യുവർ നോളേജ് എവറി നൗ ആൻഡ് ദെൻ. നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ ആ ഒരു നോളേജ്, നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു ചാപ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്ന കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരിടയ്ക്ക് നിങ്ങൾക്ക് ടെസ്റ്റൊക്കെ നടത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ചാപ്റ്ററിനെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കും. യു ഓൾറെഡി നോ ദ വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ് ഇൻ ദി എക്സാമിനേഷൻ. നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് തരത്തിലുള്ള എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് വരിക. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുമോ, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ ആ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഏതാണെന്ന് നിങ്ങളുടെ ടീച്ചർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾ നല്ല വൃത്തിയിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സാമിന് ഉറപ്പായിട്ടും വിജയം കൈവരിക്കാൻ സാധിക്കും. So read the instructions and questions carefully and make a plan to answer them in the most appropriate manner. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിലുള്ള ഇൻസ്ട്രക്ഷൻസ് വായിച്ചിരിക്കണം. അതിലുള്ള പോലെ ആ ഒരു ഇൻസ്ട്രക്ഷൻസൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ആ ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. എത്ര ടൈം ഷോർട്ട് ക്വസ്റ്റ്യന് കൊടുക്കണം, എത്ര ടൈം പാരഗ്രാഫ് ക്വസ്റ്റ്യന് കൊടുക്കണം, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻ എത്ര ടൈമാണ് കൊടുക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പറഞ്ഞ ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ കഴിയുള്ളൂ.
ഇനി നമ്മൾ തേർഡ് പാരാഗ്രാഫാണ് നോക്കുന്നത്. യു ഹാവ് റീഡ് ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാമോ ഫ്ലഹേർട്ടി. ദ സീഗൾ വാസ് reluctant to take his first flight, but guided by his mother. He takes his flight and then he finds it is smooth and he experiences no problem. In a similar fashion, you go courageously and confidently to take your examination and everything is going to be fine. Keep your mind happy with encouraging thoughts. Be optimistic. You are not the first or the only one going to write this examination. അപ്പോൾ എന്താണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്? യു ഹാവ് റീഡ് ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാമോ ഫ്ലഹേർട്ടി. ലിയാമോ ഫ്ലഹേർട്ടിയുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന ആ ഒരു സ്റ്റോറി നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. ദ സീഗൾ വാസ് reluctant ടു ടേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ആ ഒരു സീകൾ അതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആ ഒരു യാത്രയിൽ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. ഫ്ലൈ ചെയ്യാൻ കഴിയാതെ അതവിടെ നിന്നിരുന്നു. ബട്ട് ഗൈഡഡ് ബൈ ഹിസ് മദർ ഹി ടേക്സ് ഹിസ് ഫ്ലൈറ്റ് ആൻഡ് ദെൻ ഹി ഫൈൻഡ്സ് ഇറ്റ് ഈസ് സ്മൂത്ത് ആൻഡ് ഹി എക്സ്പീരിയൻസസ് നോ പ്രോബ്ലം. അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എങ്ങനെ നടത്തിയത്? അവൻ്റെ മദറിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അവൻ്റെ ആദ്യത്തെ യാത്ര നടത്തി. അങ്ങനെ അവന് പിന്നീട് ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായി ആ ഒരു യാത്ര അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല, തന്നെ കൊണ്ട് കഴിയാവുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം അവൻ്റെ ആ ഒരു ഫസ്റ്റ് യാത്ര നടത്തിയ സമയത്ത് മനസ്സിലായി. In a similar fashion, you go courageously and confidently to take your examination and everything is going to be fine. ഇതേ സെയിം കാര്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടിക്കലാക്കാൻ നോക്കുക. കാരണം എന്താണ്? അതുപോലുള്ള ഒരു പേടിയും വേണ്ട. നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അത്ര ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ മുന്നേ കണ്ടിട്ടുള്ള അതുപോലത്തെ സിമിലർ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വന്നിക്കുക. Keep your mind happy with encouraging thoughts. Be optimistic. You are not the first or the only one going to write this examination. നിങ്ങളുടെ മൈൻഡ് വളരെ നല്ല പോസിറ്റീവായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ നോക്കുക. വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ളതായിരിക്കില്ല. നിങ്ങൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പോസിറ്റീവ് തോട്ടോട് കൂടിയിട്ട് നിങ്ങൾ ഈ ഒരു എക്സാമിനെ കാണാം. ദ ഓൺലി വൺ ഗോയിങ് ടു റൈറ്റ് ദിസ് എക്സാമിനേഷൻ. നിങ്ങൾ മാത്രമല്ല ഈ ഒരു എക്സാം എഴുതുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. ലൈഫ് ഈസ് ഫുൾ ഓഫ് എക്സാമിനേഷൻസ്. ജീവിതം എന്ന് പറയുന്നത് തന്നെ ഓരോ എക്സാമുകളാണ്, അതായത് ഓരോ പരീക്ഷണങ്ങളാണ്. ദ പീപ്പിൾ ഹു ഫേസ് ദം വിച്ച് കോൺഫിഡൻസ് ആൻഡ് കറേജ് വിൽ സക്സീഡ് ഇൻ ലൈഫ്. എല്ലാവരും ധൈര്യത്തോടെ കോൺഫിഡൻസോട് കൂടിയിട്ട് അതിനെ നേരിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു വിജയം ഉണ്ടായിരിക്കും. യു ഡോണ്ട് ഹാവ് ടു കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. നിങ്ങളൊരിക്കലും നിങ്ങളെ മറ്റുള്ളവരെയും വെച്ച് കമ്പയർ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് തോട്ട് അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാതാവുന്നത്. ഒരിക്കലും നമ്മളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കലാം ഹാസ് ടോൾഡ് യു ടു ബി യൂണീക്ക് ടു ബി യു. കലാം എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളെപ്പോഴും യുണീക്കായിരിക്കുക. ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ ഉറച്ചു നിൽക്കുക. മറ്റുള്ളവർക്ക് ഒരിക്കലും നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് കലാം പറഞ്ഞിരിക്കുന്നത്. യു ഹാവ് ഡൺ യുവർ ബെസ്റ്റ് ഡ്യൂറിങ് ദ പ്രിപ്പറേഷൻ ഓഫ് ടൈം. ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് കാണിക്കാൻ ശ്രമിക്കുക. നൗ യു സിംപ്ലി ഹാവ് ടു ഡു യുവർ ബെസ്റ്റ് ആസ് യു. റൈറ്റ് ദ എക്സാമിനേഷൻ വിത്തൗട്ട് ബീയിങ് അൺഡ്യൂഡലി വറീഡ് അബൌട്ട് ദ റിസൾട്ട്. നിങ്ങൾ ആ ഒരു എക്സാമിന് പോകുന്നതിന് മുന്നേ തന്നെ ആ ഒരു എക്സാമിൻ്റെ റിസൾട്ടിനെ കുറിച്ചിട്ട് ആലോചിച്ച് വെറീഡ് ആവരുത്. നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു പോസിറ്റീവ്, അതിനുള്ള ഒരു എഫക്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. നിങ്ങൾ ഒരിക്കലും ആ ഒരു കാര്യം ആലോചിച്ചിട്ട് എക്സാമിന് പോകുന്നതിന് മുന്നേ തന്നെ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല. ഒരിക്കലും നമ്മുടെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യത്തിനെ ആലോചിച്ച് ഇപ്പോൾ തന്നെ ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല. ഡു യുവർ ബെസ്റ്റ് ആൻഡ് ലീവ് ദ റെസ്റ്റ് ടു ഗോഡ്. നിങ്ങളുടെ മാക്സിമം നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. അതിനുശേഷം ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എത്രത്തോളം നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും, നമ്മുടെ സക്സസ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ള കാര്യമൊന്നും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. I wish you all the resounding success in the for the coming examinations. എന്താണ് പറയുന്നത്? ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമിനേഷനും എൻ്റെ അഡ്വാൻസ് വിഷസ് ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ എന്താണ് ഭാവിയിൽ വരാൻ പോകുന്ന എക്സാമിനും അതുപോലെ ഇപ്പം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ആ ഒരു 10ാം ക്ലാസ്സിലെ ആ ഒരു എക്സാമിനും എല്ലാം തന്നെ നല്ലൊരു വിഷസ് അറിയിക്കുകയാണ്. നന്നായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമ്മുടെ പഠിച്ച ആ ഒരു കാര്യങ്ങളെയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവുക. ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു അധ്യയന വർഷത്തിൽ എന്തൊക്കെ പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ഒരു പേപ്പർ മാത്രമാണ്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കയ്യിലുള്ള മാക്സിമം ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഫലം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട എന്നാണ് ഈ ഒരു സ്പീച്ചിലൂടെ പറയുന്നത്.
അബ്ദുൽ കലാമിൻ്റെ ആ ഒരു വേർഡ്സ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്താഗതി നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഓരോ എക്സാമുകളും അതുപോലെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ സിറ്റുവേഷൻസും. നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് അതൊക്കെ നിങ്ങൾക്ക് തന്നെ ബിൽഡപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അത് മറ്റൊരാൾക്കും ചെയ്തു തരാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ ഇനി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ എക്സാമുകളും അതുപോലെ തന്നെ നിങ്ങൾ ഭാവിയിൽ ഫേസ് ചെയ്യാൻ പോകുന്ന എല്ലാ സിറ്റുവേഷൻസും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് നേരിടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ഈ ഒരു ക്ലാസ് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാണ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന സമയത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ടാവും. അതുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം മൈലേജ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും. ബൈ.